ഷാമെ, അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അതീവ ഗുരുതര നിലയിലാണ്. അപ്പോൾ ഈ അഫാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓർമ്മ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഡോക്ടർമാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആ കേസിനെ അത് സാരമായി ബാധിക്കും. ഓർമ്മ തിരിച്ചു കിട്ടാത്ത ഒരാളെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? മറ്റൊന്ന്, ചില നറേഷൻസൊക്കെ വരുന്നത് ദുരൂഹതയുണ്ട്, അഫാൻ്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നറേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ജോണേട്ടാ, അങ്ങനെ ദുരൂഹതയൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം അതിൻ്റെ ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത അതാണ്. ആ ബ്ലോക്ക് അതീവ സുരക്ഷിതമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. ഇവിടെ CCTV മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ അത് വളരെ കുറച്ച് പേരെ മാത്രമാണ് ഈ UT ബ്ലോക്കിൽ ഇട്ടിരിക്കുന്നത്. UTBയിലും UTAയിലും വളരെ കുറച്ച് പേരേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകൾ, എനിക്ക് തോന്നുന്നു ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10-12 പേര് 13 പേര് അത്രേ വരത്തുള്ളൂ അവിടെ അങ്ങനെ ഇടുന്നത്. ഇടയ്ക്ക് നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ ഒരു 4 പേരുടെ ഇടയിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. UTയിൽ തന്നെ ഒരു 4 പേരെ കൊണ്ടുവന്ന് കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യം അങ്ങനെയാണ് എന്ന് കരുതിയിട്ടാണ് ഈ ആത്മഹത്യാ സാധ്യതയിൽ നിന്ന് ഇയാളെ പിന്തിരിപ്പിക്കുക, ഇയാളുടെ മനോനില എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം അവർ നടത്തിയായിരുന്നു. വിഷാദ രോഗം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡിപ്രഷൻ സ്വാഭാവികമല്ലേ, ഡിപ്രഷൻ ഉണ്ടാവും. ചെയ്തു കൂട്ടിയ പ്രവൃത്തി അതാണല്ലോ. ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് ഒരു കൊലപാതകമല്ലല്ലോ. അതിൽ തന്നെ ചെയ്തിരിക്കുന്ന 2 കൊലപാതകങ്ങൾ അയാളെ മാനസികമായി അങ്ങേയറ്റം വേട്ടയാടാനുള്ള ഏറ്റവും സാധ്യതയുള്ള രണ്ട് പേര് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അഫ്സാൻ, 2 ഫർസാൻ. അത് രണ്ടും അയാളെ, ബാക്കിയുള്ളതൊക്കെ പ്രതികാരത്തിൻ്റെതാണെങ്കിലും ഇത് പിന്നീട് വേട്ടയാടുന്ന 2 കൊലപാതകമാണ്. പിന്നീട് അതായത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ പോലും വന്ന് എന്താ പറയുക ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന 2 കൊലപാതകമാണ്. നിഷ്കളങ്കരായ 2 കുട്ടികളെയാണ് ഇയാൾ കൊന്നു തള്ളിക്കളഞ്ഞത്. അതും ചുറ്റികയ്ക്ക് അടിച്ച്. ആ ഫോട്ടോ ഒക്കെ നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫോട്ടോയൊക്കെ ഞാൻ പലപ്പോഴും നമ്മുടെ ആദ്യം ആ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ഓഫീസിൽ പലരും ചോദിച്ചു, ഞാൻ കൊടുത്തില്ലത്. പലരും എന്നോട് ചോദിച്ചു ആ ഫോട്ടോ സെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു, ആർക്കും തരില്ല എന്ന് പറഞ്ഞു. ആരും കാണണ്ട, അത് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്ര നിഷ്ഠൂരമായിട്ടാണ് കൊന്നത്. പിന്നെ കസേരയിൽ അടിച്ച് ഇരുത്തിയിരിക്കുകയല്ലേ. എന്റെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ ആദ്യമേ വന്നു. എന്നിട്ട് അവരൊക്കെ നമ്മുടെ എഡിറ്റർമാരൊക്കെ ചോദിച്ചു ഇത് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്രയും നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് നിഷ്കളങ്കരായിട്ടുള്ള 2 കുട്ടികളോട് അയാൾ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിപ്രഷനും ചോദ്യചിഹ്നങ്ങളും ഒക്കെ വരുമല്ലോ. ഏത് പ്രവൃത്തിയാണെങ്കിലും പ്രകൃതിയിൽ ഒരു നിയമമുണ്ടല്ലോ, അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. പ്രകൃതി ഒരു തിരിച്ചടി കൊടുക്കും. പ്രകൃതിയിൽ ഉള്ള ഒരു എന്താ പറയുക, നമ്മൾ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ അദൃശ്യമായിട്ടുള്ളൊരു പവർ ഉണ്ടല്ലോ. ചിലതിനെ കർമ്മ എന്നൊക്കെ പറയും. അതുപോലെ ഒരു വേട്ടയാടൽ അയാൾക്ക് നേരിടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ ആത്മഹത്യയിലേക്ക് തന്നെ പോകും എന്ന് ഉറപ്പിച്ച സമയത്താണ് ഇയാളെ ഒരു സംരക്ഷിത വലയത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ എലിവേഷൻ കഴിച്ചാലൊന്നും ആത്മഹത്യ ചെയ്യില്ല, ആത്മഹത്യ നടക്കില്ല. ഒരുപാട് ടൈം എടുക്കും. ഒരു എലിയെ കൊല്ലാൻ എലി തന്നെ കുറെ സമയം എടുക്കുമായിരിക്കും എലി തന്നെ മരണപ്പെടാൻ സമയം എടുക്കും. അപ്പോൾ ഇത്രയും വലിയ മനുഷ്യ ശരീരം തീരണമെങ്കിൽ എത്ര സമയം എടുക്കും? പിന്നെ ഈ വിഷം കഴിച്ചവരുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം വയറ് കഴുകി പുറത്ത് ഇറക്കി കഴിഞ്ഞാലും ദീർഘനാളുകൾക്ക് ശേഷം അതിനെ ഓർഗനെ ബാധിച്ചു തുടങ്ങും. ഓർഗന്റെ പ്രവർത്തനത്തെ, ഓർഗൻസ് ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അത് ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും അത് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ആദ്യമൊന്നും വയറ് കഴുകി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറായി, ഇനി പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമാണ്. പിന്നീട് കുറെ കാലത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവർ മരണപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അനുഭവിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് അറിയുന്ന പ്രകാരമാണെങ്കിൽ അയാളുടെ കഴുത്തല് പൊട്ടിയിട്ടുണ്ട്. കഴുത്തല് പൊട്ടിയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സർജറി നടത്തി അത് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കഴുത്ത് ഇങ്ങനെയോ ഇങ്ങോട്ടോ ചരിയപ്പെടും. പിന്നെ സൗണ്ടിന് പ്രശ്നം വരും. നമ്മൾ അയാൾ എന്ത് പറയുന്നു നമുക്ക് വ്യക്തത വരില്ല. സംസാരിക്കുന്ന ഭാഷയിൽ പ്രശ്നം വരും. അതായത് നമ്മൾ കേൾക്കുന്ന അയാളുടെ ശബ്ദത്തിൽ ഇപ്പൊ നേരത്തെ എങ്ങനെ സംസാരിച്ചിരുന്നോ ആ സംസാരത്തിന്റെ സൗണ്ട് അയാൾക്ക് പുറപ്പെടുവിക്കാൻ നേരത്തെ ഉള്ള രീതിയിൽ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതായത് സംസാരത്തിൽ വ്യക്തത വരില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ കഴുത്തലിൽ അയാൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. അതായത് കഴുത്തലിൽ ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലിന് പൊട്ടൽ വരും. ബാക്കിലെ 3 ബോണുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടിയാണ് പിന്നീട് മരണം സംഭവിക്കുന്നത്. ഇത് ലോക്ക് വളരെ കറക്റ്റായിട്ടാണ് വീണിരിക്കുന്നത്. കറക്റ്റായിട്ട് ലോക്ക് വീണിരിക്കുന്നു.
അത് ഇപ്പൊ നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ അത് കമന്റ് വന്നോണ്ടാ പിന്നെ ഞാനത് എങ്ങനെ ലോക്കിനെ കുറിച്ച് പറഞ്ഞു പിന്നെ പരിധി വിട്ട് എങ്ങനെ ആളുകൾക്ക് ഒരു പ്രോത്സാഹനമാകും എങ്ങനെ ലോക്ക് കറക്റ്റായിട്ട് വീഴ്ത്താതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അത് പ്രശ്നമായത്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് സംഭവിച്ചു. അപ്പൊ ഇന്നലെയാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഇന്നലെ ഉണ്ടായപ്പോൾ രാവിലെ അതായത് ഞായറാഴ്ച ദിവസമായിട്ട് അവിടെ സിനിമ കാണിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സിനിമ കാണിക്കുക, തടവുള്ളികളെ സിനിമ കാണിക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ആറാട്ടനൊക്കെ പറഞ്ഞത് അവിടെ പോയി ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കാണിക്കുന്ന ഒരു പരിപാടി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള, അതായത് ഒരു സൈക്കോ സ്വഭാവമുള്ള സിനിമകൾ കാണിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സൈക്കോ സ്വഭാവമുള്ള എന്താ പറയുക, അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങേയറ്റം ആക്രമിക്കാൻ ഉണർത്തുന്ന തരത്തിലുള്ള സിനിമകൾ കാണിക്കില്ല. വയലൻസ് ഒക്കെയുള്ള മൂവി, അതിഭയങ്കരമായ വയലൻസ് ഉള്ള സിനിമകൾ എന്താ കുത്തിക്കീറി പല കഷ്ണങ്ങളാക്കി. ഇപ്പൊ രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ ഇറങ്ങിയതിൽ വെച്ച് സൈക്കോ പശ്ചാത്തലമുള്ള സിനിമകളിൽ ഏറ്റവും നമ്പർ ഒരു 10 നമ്പർ എടുത്താൽ അതിലൊന്ന് തമിഴില് രാക്ഷസൻ ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയൊന്നും അവരുടെ കൊണ്ടൊന്നും പ്രദർശിപ്പിക്കില്ല. കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രൈമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകതയുണ്ട്. അല്ലാതെ സിനിമകളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കവേ ഇയാൾ ആദ്യം സിനിമ കാണാൻ പോയ ശേഷം പിന്നീട് ഇയാൾ തിരിച്ചു വന്നു. ടോയ്ലറ്റിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഈ ഡോക്ടർമാർ ഇയാൾക്കൊരു വിധി എഴുതി. ഇയാൾ ഇനി ആത്മഹത്യ ചെയ്യില്ല, പൂർണ്ണമായും റിക്കവറായി. ഇപ്പോൾ പശ്ചാത്താപമാണ്, കുറ്റബോധമാണ് അയാൾക്കുള്ളത്. കുറ്റബോധമാണ് ഏറ്റവും വലിയ ആത്മഹത്യയുടെ ടെൻഡൻസി. ഇത് ഇവർക്ക് അറിയില്ലേ? അതെ, കുറ്റബോധം ഉണ്ടാകുമ്പോഴാണല്ലോ ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത്. കുറ്റബോധം അയാൾക്കിപ്പോൾ കുറ്റബോധമാണ്, അവർ എഴുതി കൊടുത്തിട്ട് കുറ്റബോധമാണ്. ആ കുറ്റബോധം കൊണ്ട് ഇനിയിപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യൽ സാധ്യത കുറവാണെന്നൊക്കെയുള്ള റിപ്പോർട്ട് എഴുതിക്കൊണ്ടാണ് അയാളെ അവരെ അത്ര ഉത്തരവാദിത്തോടു കൂടി നോക്കാതെ ഇരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുറ്റബോധം ഉണ്ടായിരിക്കുമോ ശ്രദ്ധിച്ചോണം. എന്ത് വിഷയത്തിൽ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് കുറ്റബോധമാണ്. നമ്മൾ എന്താ പറയുക, കുറ്റബോധം, ഒരു വിഷയത്തിൽ റിഗ്രറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മളെ വേട്ടയാടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ. ഒരാളെ പിടിച്ച് അടച്ച് റൂമിനകത്ത് കൊണ്ടുപോയി അടച്ചിട്ട് ശിക്ഷ 10 വർഷം നടപ്പാക്കുന്നതിനേക്കാൾ ക്രൂരമാണ് അയാളെ ഞാൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്നുള്ള ആ ബോധം, അയാളുടെ ബോധം അയാളെ മതിച്ചുകൊണ്ടേയിരിക്കും. യാഥാർത്ഥ്യം ഒരു ദിവസം നമ്മുടെ മുന്നിൽ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ചെയ്ത തെറ്റുകളൊക്കെ ഒരു ദിവസം നമ്മുടെ മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വലിയ ആളുകൾക്ക് പോലും സാധിക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് വളരെ പ്രമുഖരായ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ അടുത്തൊരു DYSP ആത്മഹത്യ, അദ്ദേഹം തീവണ്ടിയുടെ മുന്നിൽ ചാടിയാണ്, ട്രെയിനിന്റെ മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ഉദ്യോഗസ്ഥന്, ഇത്രയും സാമ്പത്തികമുണ്ട്, അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, എന്തിനാ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയർന്നു. ചെയ്ത പ്രവർത്തികൾ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ തിരിഞ്ഞു വന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതാണ് ഈ അഫാനും സംഭവിച്ചതെന്നാണ് മനസ്സിലായത്. അല്ലാതെ ആരും എടുത്ത് തൂക്കാനൊന്നും പോകുന്നു. അഫാനെ ശിക്ഷിക്കുക എന്നുള്ളത്, ആരെങ്കിലും തൂക്കിക്കഴിഞ്ഞാൽ ജയിലിൽ അത് നടക്കില്ല. വക്കീലിനെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വക്കീലിനെ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു ജാമ്യത്തിന്റെ കാര്യങ്ങളിൽ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമോ? അവനും അറിയാന്ന് ജാമ്യം കിട്ടില്ലെന്ന്. അവൻ എങ്ങനെയാ ജാമ്യം കിട്ടുക? അതെ, ഒന്നാമത്തെ കാര്യം അറ്റംപ്റ്റ് നടത്തി, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. പിന്നെ അവൻ ചെയ്തിരിക്കുന്ന 5 ക്രൈം, അതിലുൾപ്പെട്ടിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ജാമ്യം കൊടുക്കില്ല. അകത്തിട്ട് ട്രയൽ നടത്തും. കെതലിനെ പോലെ തന്നെ അകത്തിട്ട് ട്രയൽ നടത്തി ശിക്ഷ വിധിക്കും. എല്ലാ കാലത്തും അകത്ത് തന്നെ, പുറത്തു വിടില്ല, ജാമ്യം കൊടുക്കില്ല. ജാമ്യം എടുത്താൽ ഒന്നിൽ മുങ്ങും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ. രണ്ടിലേതെങ്കിലും ഒരു പരിപാടി നടക്കും. അതുകൊണ്ട് ജാമ്യം കൊടുക്കില്ല. ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. മാത്രമല്ല ഏകപ്രതിയാണ്. ഏകപ്രതി മരണപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ പ്രതി മരണപ്പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് കോടതി ഇത് കേസ് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ വിവാദമാവും. അങ്ങനെ അത്രയും വിവാദമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അഫാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. ഇന്നലെ ഉച്ചയ്ക്ക് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടി ഈ വിഷയത്തിൽ. ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ റിപ്പോർട്ട് തേടി. ജയിൽ DIGയോട് അടക്കം റിപ്പോർട്ട് തേടി. എന്താണ് സംഭവിച്ചത്? ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയല്ല, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇത് ടെമ്പററി ആയിട്ടുള്ള ഈ കഥകാണ് വെക്കാറുള്ളത്. മോള് മേൽക്കൂരയില്ല, ആർക്കും പെട്ടെന്ന് ചാടി അകത്തേക്ക് കിടക്കാം. നമ്മുടെ ആൾപ്പൊക്കത്തിൽ എഴുന്നേറ്റ് നിന്നാൽ നമ്മളെ അവിടെ കാണാൻ പറ്റും. പുറത്ത് നിന്ന് സെല്ലിൽ പുറത്ത് നിൽക്കുന്ന ആൾക്ക് അകത്ത് സെല്ലിലെ ബാത്റൂമിൽ ഒരാളുണ്ട് എന്ന് എഴുന്നേറ്റ് നിന്നാൽ ആ ബാത്റൂമിൽ ഇരിക്കുന്ന ആളെ എഴുന്നേറ്റ് നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിലുള്ള ചെറിയ കമ്പിയിൽ ഇത് കൊരുത്തിട്ട് ആഞ്ഞിരിക്കുകയായിരുന്നു. ഇത് കൊരുത്തിട്ട് വളരെ ചെറിയ നീളത്തിൽ ഇത് കെട്ടി ഒരു മുണ്ട് അലക്കിയിട്ടിരുന്ന ഒരു മുണ്ട് എടുത്തുകൊണ്ട് വന്ന് വളരെ ചെറിയ അളവിൽ ഇട്ടിട്ട് അത് ആഞ്ഞിരുന്നു. പക്ഷെ അത് ലോക്ക് വളരെ കറക്റ്റായിട്ട് വീണു. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് തോന്നുന്നു സെല്ലിൽ ഉള്ളിലുള്ള ആരെങ്കിലും പുറത്ത് അവരെ കാണാൻ വന്നവരോട് കഥ പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ
ഇരുന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നൊക്കെ. ഇരുന്നാലും ആത്മഹത്യ, ഞാൻ ജോണേട്ടൻ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് ഈ കസേര ഇരുന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റും. ഞാൻ ഈ കസേരയിൽ ഒന്ന് എഴുന്നേറ്റിട്ട് ആഞ്ഞൊന്ന് ഇരുന്നാൽ മതി, ലോക്ക് കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ കസേര ഇരുന്നുകൊണ്ട് മരണം. ഇതെല്ലാം ഇങ്ങനെ ആളുകൾ അതാണ് വെറുതെ കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണ് ആളുകൾ പിന്നെ എന്ത് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാന്നല്ലേ. അല്ല, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചില ബോഡീസ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ ഇത് അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയാന്ന് പറയാം. എന്തിനാന്ന് സംശയം കാല് തറയിൽ മുട്ടി കിടക്കുന്നു, കാല് മുട്ട് വരെ മുട്ടി ഇങ്ങനെ മുട്ടുകുത്തി ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ ചോദിക്കും. പറ്റും ലോക്ക് കറക്റ്റ് ആയാൽ മതി. ലോക്ക് കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ ഇൻസിഡന്റ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ എന്തായാലും ഇയാൾ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോൾ അയാളുടെ നില അതീവ ഗുരുതരമാണ്. അയാളുടെ തലയിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും ബ്രെയിന് ഡാമേജ് വരും. പോകെ പറയാൻ പറ്റില്ല. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ പിന്നീട് വെന്റിലേറ്ററിന്റെ കണക്ഷൻ ഊരി മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നിലവിൽ അയാളെ വെന്റിലേറ്ററിലാണ്. 11 മണിക്ക് ശേഷം ഉണ്ടാകുന്ന ഈ സംഭവത്തിൽ 11:20 അയാളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ എസ്കോർട്ടോടുകൂടി, ജയിൽ ആംബുലൻസ് വഴി പോലീസിന്റെ എസ്കോർട്ടോടുകൂടി പൂജപ്പുരയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ജയിലിലെ ഡോക്ടേഴ്സ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ CPR കൊടുത്തുകൊണ്ട് പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അന്നേരം കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. മാറ്റാതെ വേറെ മാർഗമില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അപ്പം ഞാനിത് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അല്ലാതെ ഞാനിങ്ങനെ ഇതിൻ്റെ കമൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇയാൾ മരണപ്പെടാൻ പാടില്ല, ജീവിച്ചിരിക്കണം. ഇതിൽ പകുതി ജീവനോടുകൂടി മറ്റുള്ളവർ അനുഭവിച്ച വേദനയോടുകൂടി തിരിച്ചു വരണം, ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ഇയാളോടുള്ള ആളുകളുടെ പ്രതികാരം. ആളുകളുടെ ഒരു വല്ലാത്ത പ്രതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ. അവന് വേണ്ട, അവൻ കടത്തിലാണ്, അവൻ മരണപ്പെടാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ അവന് പോയി മരണപ്പെട്ടാൽ പോരെ. ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി തലയടിച്ച് പൊളിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അവനെ വിശ്വസിച്ചാണ് ആ കുട്ടി വന്നത്. അവനെ വിശ്വസിച്ച് ആ കൊലപാതകത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളവരായിരിക്കാം ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അത് ധാരാളമായി പ്രചരിച്ചു, ഇഷ്ടംപോലെ പ്രചരിച്ചു. അത് ആ പ്രചരിച്ച വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കാം അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് അനുഭവിച്ചിട്ടൊക്കെ പോയാൽ മതി ഈ ഭൂമിയിൽ നിന്ന്. വളരെ എളുപ്പത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ഈ ഹാങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കും. മാക്സിമം 3 മിനിറ്റിന് അത്രേ പോവില്ല, അതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കും. അവർക്ക് കൊടുത്ത വേദനയുടെ ഭീകരാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ 3 മിനിറ്റിനിടയിൽ ഇവൻ ഇതെല്ലാം പാപഭാരവും കഴുകിപ്പോയി കളഞ്ഞിട്ട് അവൻ ഈ ഭൂമി വിട്ട് പോകണ്ടായെന്ന് ആളുകൾക്ക് തോന്നുമെങ്കിൽ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കണ്ടീഷനല്ല. ഏതായാലും അവന് വേണ്ടിയിട്ടുള്ള അവനെ പരമാവധി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം ഒരു ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഏക പ്രതിയാണല്ലോ. പിന്നെ ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കാരണം നാളെ എന്തെങ്കിലും കാരണവശാൽ പോലീസിനെതിരെ, ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത്രയും കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയെ ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു ആരോപണം. ദുരൂഹതയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം അവിടെ 2 ഇടിയൊക്കെ കൊടുക്കാൻ പറ്റും, അതൊക്കെ നടക്കും. ഇപ്പോൾ ഒരു പ്രശ്നം കാട്ടി വരുന്നവന് 2 എണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചില്ല, അവിടെ നടക്കും. അത് വല്ല ഓരത്ത് കൊണ്ടുപോയി 2 എണ്ണം പൊട്ടി. പക്ഷെ ഒരാളെ കൊല്ലക്കം നടക്കില്ല. ഇടിച്ചു കൊല്ലാം, കയ്യബദ്ധം പറ്റിയൊക്കെ അത് പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ഒരാളെ എടുത്ത് തൂക്കുക എന്ന് പറയുന്നത് ജയിലിനുള്ളിൽ പൂജപ്പുരയിൽ നടക്കില്ല. അത് പൂജപ്പുരയെക്കുറിച്ച് അറിയാത്തവരാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ കുടുങ്ങും. അല്ലെങ്കിൽ അഫാനെ കൊലപ്പെടുത്തുക എന്നുള്ളത് അത്രയും പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം ഇവിടുത്തെ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള ആർക്കെങ്കിലും വേണമായിരുന്നു. അങ്ങനെ ഒരു ആവശ്യമുള്ള ആരും ഈ നാട്ടിൽ ആരുമില്ല. ഇവനെ തട്ടിക്കളയുക എന്നുള്ളൊരു ആവശ്യമുള്ള ഒരു നാട്ടുകാരും ഇല്ല, ഒരു വലിയ ആൾക്കാരും ഇല്ല. പണ്ട് സൗമ്യ കേസിൽ സൗമ്യ എടുത്ത് തൂക്കിയതാണെന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. എനിക്കും അത് ശരിയാണെന്ന് ഒരു പരിധിവരെ തോന്നിയിട്ടുണ്ട്. കാരണം സൗമ്യ തൂങ്ങുന്ന സമയത്ത് ജയിൽ പിന്നെ സൂപ്രണ്ടില്ല, അസിസ്റ്റന്റ് ജയിലറില്ല, അവരാരുമില്ല. ഈ സൗമ്യ തൂങ്ങി സൗമ്യയുടെ ബോഡി എടുത്തിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെറും 200-300 മീറ്റർ മാത്രം അകലെയുള്ള ചാർജിലുള്ള ജയിൽ ഉദ്യോഗസ്ഥ അവിടേക്ക് എത്തിയത്. 2 മണിക്കൂർ കഴിഞ്ഞു ആ 300 മീറ്റർ അപ്പുറം താമസിക്കുന്നവർക്ക് ഇവിടെ വരാൻ. അത്രയും സമയം മാറി നിന്നെന്ന് നമുക്ക് ചിലപ്പം ഊഹിക്കാം. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യയുടെ കേസിലുള്ളതെന്ന് വെച്ചാൽ സൗമ്യ അതിന് മുമ്പ് തന്നെ പ്രമുഖരുടെ
പേരുകളെല്ലാം എഴുതി വെക്കും എന്ന് അന്നത്തെ അഡ്വൈസറി കമ്മിറ്റിയോട് അന്നത്തെ വിസിറ്റ് ചെയ്ത അഡ്വൈസറി കമ്മിറ്റിയോട് സൗമ്യ പറഞ്ഞു. അതിന്റെ 3-ാമത്തെ ദിവസമാണ് സൗമ്യയെ പറങ്കിമാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മാത്രമല്ല സൗമ്യ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല എന്നുള്ള ചട്ടമുണ്ട്. സൗമ്യ 4 കൊലക്കേസിലെ പ്രതിയാ, അല്ല 3 കൊലക്കേസിലെ പ്രതിയാ. അച്ഛൻ, അമ്മ, മൂത്ത മകള് 3 പേരെ കൊന്ന കേസിലെ പ്രതിയാ സൗമ്യ. അപ്പൊ സൗമ്യ പറങ്കിമാവിൽ തൂക്കിയ സമയത്ത് ഒന്നുകിൽ ചാർജിലുള്ള 2 പേരിൽ ഒരാൾ ഉണ്ടായിരിക്കണം, ഒന്നിൽ മെയിൻ വാർഡൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം. 2 പേരും കൂടി ഇല്ല. 2 പേരും ഒരുമിച്ച് ലീവ് എടുക്കാൻ പാടില്ലെന്നാണ് ജയിൽ ചട്ടം. അത് പിന്നീട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എഴുതിയ സാധനമാണ് ഇത് അന്വേഷിച്ചിട്ട്. പക്ഷെ അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. അത് സൗമ്യയെ കൊല്ലേണ്ടത് അവിടെ കുറെ പേരുടെ ആവശ്യമായിരുന്നു. കാരണം പലരുടെയും പേരുകൾ സൗമ്യയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അത് പുറത്തു വരും എന്നുള്ള ഒരു ഭയമുള്ളത് കൊണ്ട് പല ആൾക്കാരും ഭയന്നിരുന്നു. പിണറായി മേഖലയിലെ, കണ്ണൂർ പിണറായി മേഖലയിലെ പലർക്കും ഭയമുണ്ടായിരുന്നു. സൗമ്യ ആരെങ്കിലും ഒക്കെ പേര് വിളിച്ച് പറയുമോ? സൗമ്യയുടെ കേസ് അറിയില്ലേ? സൗമ്യ അങ്ങനെ ഒരു പേടി പലർക്കും ഉണ്ടായിരുന്നു. അത് പക്ഷെ അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാനെ കൊല്ലേണ്ട ഒരു ആവശ്യം ഇവിടെ ആർക്കുമില്ല. വെറുതെ ഒരുത്തനെ പിടിച്ച് കൊന്നിട്ട് ഇനിയിപ്പോ എന്തിനാ ആർക്കെങ്കിലും ശിക്ഷ പിടിക്കാൻ ആരെങ്കിലും ശ്രമിക്കൂ? പുലിവാല് പിടിക്കേണ്ട കാര്യമുണ്ട്? ഒരുത്തനെ പിടിച്ച് തൂക്കിയിട്ട് പുലിവാല് പിടിക്കേണ്ട കാര്യമില്ല. അവൻ എന്തായാലും ജീവിതകാലം മൊത്തം അവനകത്താന്ന് എല്ലാവർക്കും അറിയാം. ഇത് ദുരൂഹതയൊന്നും അങ്ങനെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിയോട് ചിന്തിച്ചാൽ മതി. വാർത്തയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചു പറയാം അഫാനെ കൊന്നതിൽ അല്ല ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട്, കുറച്ച് ദുരൂഹത ഉണ്ടത്രേ, അഫാനെ കൊണ്ടുപോയത് അത്രേ, അങ്ങനെ വിളിച്ചു പറയാം. അങ്ങനെ ഉണ്ടത്രേ, അഫാനോട് വക ഉണ്ടത്രേ, കേസുമില്ല, കുറെ ഉണ്ടത്രേ എന്ന് വിളിച്ച് പറഞ്ഞത് ഡിഫർമേഷൻ എന്ന് പറഞ്ഞ് കോടതി വിളിപ്പിച്ച് കഴിഞ്ഞാൽ കോടതി ഞാൻ കുറച്ച് ഉണ്ടത്രേ പറഞ്ഞല്ലോ, അങ്ങനെ ആവാതിരിക്കാം എന്ന് പറയാം. ഇങ്ങനെ വേണമെങ്കിൽ വാർത്തയ്ക്ക് വേണ്ടി അത് പറയാം. പക്ഷെ അതങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നമ്മളത് പറയാൻ പാടില്ല. ശരി.